ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പംകിൻ കൊണ്ടൊരു സൂപ്പാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ്. രണ്ടുപേർക്കും പനിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പം മത്തങ്ങയുടെ ഒരു പീസ് എടുത്ത് തൊലി കളഞ്ഞ് അത് സ്ലൈസ് ആക്കിയിട്ട് തീരെ ചെറിയ പീസസ് ആക്കി എടുത്തു. വേഗം തന്നെ ഞാനത് കട്ടാക്കി എടുത്തു. ഇതിൻ്റെ മത്തങ്ങയ്ക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പാണ് ഞാൻ തയ്യാറാക്കുന്നത്. മത്തങ്ങ ഏകദേശം ഞാൻ അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. ഇനി അരിയാനുള്ളത് ഒരു സവാളയാണ്. വലുതാണെങ്കിൽ ഒരു ഹാഫ് എടുത്താൽ മതിയാവും. ഞാനിത് തീരെ ചെറുതായതുകൊണ്ട് ഞാനൊരു ഫുൾ സവാള എടുത്തിട്ട് അതൊന്ന് സ്ലൈസ് ആക്കിയിട്ട് അത് വീണ്ടും ചെറിയ പീസാക്കി എടുത്തു. അത് വേഗം തന്നെ ഇതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. എളുപ്പം കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അരിയാനുള്ളത് ഒരു തക്കാളിയാണ്. ഒരു തീരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് എന്ന് പറയാം. അത്രയുള്ളൊരു ചെറിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും അതുപോലെ തന്നെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തു. അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ പിന്നെ ഒരു പച്ചമുളകാണ് അരിയാനുള്ളത്. അത് ഞാൻ ഇച്ചിരി എരിവുള്ളതായതുകൊണ്ട് അത് പൊളന്നിട്ട് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതപ്പം എരിവപ്പം കുറഞ്ഞ് കിട്ടും. ഇത്രയുമേ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളൂ. ഇത് ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രമേ ഞാനിതിൽ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ വെജിറ്റബിൾ ഓയിൽ മാത്രമാണ് ഇതിനകത്തിലേക്ക് ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഒരുവിധം മൂത്തോട്ട്. ഇത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം മൂക്കണം. ഫ്രിഡ്ജിലിരുന്നായതുകൊണ്ട് അതിനകത്തിൽ പടപടാന്ന് പൊട്ടുന്നുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറിയ മൂപ്പാവണം. ഒന്ന് വഴന്ന് നന്നായിട്ട് ബ്രൗൺ നിറമാകാൻ നിൽക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അപ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് അരിഞ്ഞ് വെച്ചിരുന്നത്, അത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് മൂക്കുമല്ല, എന്നാലും ഒന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എണ്ണയൊന്നും ഒരുപാടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് വരത്തില്ല. എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിതിനകത്തിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കാം. ഇതിനകത്ത് ജസ്റ്റ് ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുത്താലും മതി. പക്ഷേ ഞാനൊരു ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് മൂപ്പിക്കുന്നതേ ഉള്ളൂ. മൂപ്പിക്കേണ്ട, ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഇതൊന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഇതവിടെ നിന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കലക്കി വെക്കുകയാണ്. ഇപ്പോഴിതൊന്ന് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ മത്തങ്ങയും കൂടെ അതിനകത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് വെന്ത് റെഡി ആയിക്കോളും. അപ്പോൾ അത് ആദ്യം ഒന്ന് ഞാൻ കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇതൊന്ന് വഴണ്ടി വന്നാൽ മതി. തക്കാളി ഒന്നുടഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെന്തങ്ങ് ഉടഞ്ഞോളും. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
അതുപോലെ ഇത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ആദ്യം ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെള്ളം തിളച്ച് ഇതങ്ങ് വെന്ത് വെള്ളം പറ്റും. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് കഷ്ണം ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിക്കുകയൊന്നും ചെയ്യുന്നില്ല ഞാൻ. ഇതൊന്ന് കഷ്ണം തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ മത്തങ്ങയും തക്കാളിയും എല്ലാം നല്ലോണം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഞാൻ. ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടണം നമുക്ക്. ഇടയ്ക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോഴിത് നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ വറ്റി റെഡി ആയിരിക്കണം. അപ്പോൾ ഇത് ഞാൻ തവി കൊണ്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് ഉടച്ച് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് തക്കാളി ചിലരിതിനകത്ത് ചേർക്കത്തില്ല. പക്ഷേ ഞാൻ തക്കാളി ചേർത്തു. പക്ഷേ അതുപോലെ തന്നെ നമുക്കിതിനകത്തിലേക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അത് ഡേറ്റ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റോക്ക് ആയാലും മതി. നമ്മുടെ വെജിറ്റബിളിൻ്റെ കട്ട് ചെയ്യുന്ന ചെറിയ വേസ്റ്റൊക്കെ കളയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കേടാകാത്തത് ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ച് അത് അരിച്ച് ഊറ്റി ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ നമുക്കത് സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാം. അന്നേരം നമുക്കതിൻ്റെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തിലേക്ക് ഞാനിപ്പം കോൺഫ്ലോർ കലക്കി വെച്ചിരുന്നത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഇപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകും. കോൺഫ്ലോറും മത്തങ്ങയുമില്ലേ, നല്ല കുറുകുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് കുറച്ചേറെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം തന്നെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു. എന്നാലും അത് നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് പെട്ടെന്ന് കുറുകുകയും ചെയ്യും. ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ നല്ല കുറുകി വരും. അപ്പോൾ ഇതൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ മത്തങ്ങ സൂപ്പ് റെഡിയാണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി പോവും. അതുകൊണ്ട് ഞാനിത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ രുചിയും ഗുണവുമുള്ള സൂപ്പ് റെഡി. സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്.